നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ ഫേവറേറ്റ് പണി കൈകൊണ്ട് തൊടുകയാണ്. ഒരു വർഷത്തിന് മുകളിലാകണം എന്റെ കയ്യിൽ ഈ റെസിൻ ആർട്ട് ബോട്ടിൽസ് ഉണ്ടായിട്ട്. അത് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്റെ കോമ്പോസ് തന്നെ വളഞ്ഞുപോയി. ഈ ബോട്ടിൽസിൽ ഒരെണ്ണം ഹാർഡനറും മറ്റേത് റെസിൻ സൊല്യൂഷനുമാണ്. രണ്ടും കൂടെ 1:2 എന്ന അളവിലെടുക്കുക. അതായത് എപ്പോക്സി സൊല്യൂഷൻ 2 പോർഷനും അതുപോലെ ഹാർഡനർ 1 പോർഷനുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ട്രാൻസ്പാരൻസി മാറ്റാനായിട്ട് കുറച്ച് കളർ നമുക്ക് ആഡ് ചെയ്യാന്ന് കരുതി. കളർ മുമ്പേ വാങ്ങി വെച്ചതാണ്. കംപ്ലീറ്റ് പൊടിയും പുറത്തായി ഇങ്ങനെ മെസ്സിയായിട്ടിരുന്നു. കുറച്ച് പൗഡർ എടുക്കുക, മിക്സ് ചെയ്യുക. ട്രാൻസ്പാരന്റ് എപ്പോക്സി ഫില്ലാകാത്ത പ്ലേസിലല്ല, നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കണം. പിന്നെ ഈ എപ്പോക്സിയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് പോവാനായിട്ട് ലൈറ്ററോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ സാനിറ്റൈസറോ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് എപ്പോക്സി ആർട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ഒരു ഗ്ലൗ യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലായതുപോലെ പല കളേഴ്സും ആവും. എല്ലാം കഴിഞ്ഞ് ഇത് ഡ്രൈ ആകാനായിട്ട് ഒരു 24 hours എങ്കിലും മിനിമം വേണം. അത് കഴിഞ്ഞ് ഈ ഒരു സിലിക്കൺ മോൾഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത് ആഹാ, എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ. എപ്പോക്സി വെച്ചിട്ടുള്ള കിടിലൻ കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എന്റെ ആ കാർക്കൂന്തൽ എടുക്കുക, അതിലൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. സംഭവം ഇതിനൊരു പ്രശ്നം ഉണ്ടെന്നേ. ഇതിന്റെ ആ കോമ്പിന്റെ ടീത്ത് കണ്ടില്ലേ, ആ ഒരു പോർഷൻ കുറച്ചൊന്ന് കട്ടി കൂടുതലാ. പ്രശ്നമില്ല, നമുക്കൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി ഒന്ന് എപ്പോക്സി വെച്ചിട്ട് നമ്മുടെ ഈ കീച്ചേനും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തു.